പഞ്ചായത്ത് ഇലക്ഷന്റെ ചർച്ചകളാണ് എവിടെയും. വോട്ടർ ലിസ്റ്റിൽ പേര് ചേർക്കുന്നു, സ്ഥാനാർത്ഥികളെ നിർണയിക്കുന്നു, വോട്ട് ചോദിക്കുന്നു, അവസാനം വോട്ട് ചെയ്യുന്നു. എന്നാൽ ഈ തദ്ദേശ സ്വയംഭരണ സംവിധാനം കാര്യക്ഷമമായി പ്രയോജനപ്പെടുത്തുവാൻ പലർക്കും അറിയില്ല. റോഡുകൾ പൊളിഞ്ഞു കിടക്കുന്നുവെന്നും കുടിവെള്ളം ഇല്ല എന്നും എവിടെയും വേസ്റ്റ് കിടക്കുന്നുവെന്നും അവരോടും ഇവരോടും ഒക്കെ പരാതി പറയാറുണ്ട്. എന്നാൽ ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുവാൻ ഉത്തരവാദിത്തപ്പെട്ടത് ആരാണ്? ഗ്രാമങ്ങളിലാണെങ്കിൽ അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനമാണ്. എന്തൊക്കെ സേവനങ്ങളാണ് പഞ്ചായത്തുകൾ നൽകുന്നത്? നമ്മുടെ നിത്യജീവിതത്തിൽ അത് നേടിയെടുക്കുവാൻ എങ്ങനെ സാധിക്കും? ഇതിൽ ഇടപെടുവാൻ ജനങ്ങൾക്ക് സാധിക്കുന്നത് എങ്ങനെ? പരാതികൾ എങ്ങനെ ഉന്നയിക്കാം? എങ്ങനെ പിന്തുണ നേടാം? തുടങ്ങിയ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കണ്ടെത്താം. പഞ്ചായത്ത് നിങ്ങളുടെ ജീവിതത്തിൽ സമസ്ത മേഖലകളിൽ സ്വാധീനിക്കുന്നത് എങ്ങനെയെന്ന് വീഡിയോയുടെ അവസാനത്തോടെ നിങ്ങൾക്ക് മനസ്സിലാകും. ഗ്രാമങ്ങൾക്ക് പഞ്ചായത്ത് എന്നാൽ കയ്യെത്തും ദൂരത്തുള്ള സർക്കാരാണ്. തദ്ദേശമായുള്ള പ്രശ്നങ്ങൾ അറിയുന്നത് അവിടുത്തെ ജനങ്ങൾ മാത്രമാണല്ലോ. അപ്പോൾ അവിടുത്തെ വികസനങ്ങൾ ക്രമീകരിക്കുവാൻ അവിടെയുള്ളവർക്ക് മാത്രമാണ് കഴിയുന്നത്. റോഡുകൾ, കുടിവെള്ളം, ആരോഗ്യ പരിപാലന യജ്ഞങ്ങൾ, സ്കൂൾ, അംഗൻവാടി, വൈദ്യുതി വിളക്കുകൾ, ക്ഷേമ പദ്ധതികൾ, ശുചീകരണം, മാലിന്യ സംസ്കരണം തുടങ്ങിയ വിഷയങ്ങളിൽ പദ്ധതി ആവിഷ്കരിക്കുകയും നടപ്പാക്കുകയും ചെയ്യുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ്. അതായത് ജനങ്ങളുടെ പ്രാഥമികമായ എല്ലാ ആവശ്യങ്ങളും സൗകര്യപ്രദമായി നിറവേറുന്നുണ്ട് എന്ന് ഉറപ്പാക്കേണ്ടത് പഞ്ചായത്താണ്. കേന്ദ്ര സർക്കാർ പദ്ധതികളും സംസ്ഥാന സർക്കാർ പദ്ധതികളും ഓരോ മേഖലയിലും നടപ്പാക്കാനുള്ള ചുമതലയും പഞ്ചായത്തിനാണ്. ജൽ ജീവൻ മിഷൻ കേന്ദ്ര സർക്കാർ പദ്ധതിയാണ്. എന്നാൽ അതൊരു പഞ്ചായത്തിന്റെ പരിധിയിൽ കൊണ്ടുവന്ന് നടപ്പാക്കേണ്ട ഉത്തരവാദിത്തം ഈ സ്ഥാപനത്തിനാണ്. നമ്മൾ ഹൈവേകളിലൂടെയുള്ള യാത്രയെ കുറിച്ചൊക്കെ പറയും. എന്നാൽ നിത്യജീവിതത്തിൽ നാം ഏറ്റവും അധികം ഉപയോഗിക്കുന്നത് ഗ്രാമീണ റോഡുകളാണ്. ഗ്രാമീണ മേഖലയിലെ റോഡുകളും കലുങ്കുകളും സ്കൂളുകൾക്കരികിലെ ഹമ്പുകളും LED വിളക്കുകളും ബസ് വെയിറ്റിംഗ് ഷെഡുകളും എല്ലാം പഞ്ചായത്താണ് നിർമ്മിക്കുന്നത്. ഇന്ത്യയിൽ ഏറ്റവും ദൂരം പരന്നു കിടക്കുന്നത് ഹൈവേകളാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാകും. എന്നാൽ അത് ഗ്രാമീണ റോഡുകളാണ്. ഗ്രാമീണ റോഡുകളും നാഷണൽ ഹൈവേയും കൂടാതെ പലതരം റോഡുകളുണ്ട്. ജില്ലാ റോഡുകൾ, സംസ്ഥാന റോഡുകൾ. ജില്ലാ ആസ്ഥാനവുമായി ബന്ധിപ്പിക്കുന്നതാണ് ജില്ലാ റോഡുകൾ. സംസ്ഥാന ആസ്ഥാനവുമായി ബന്ധിപ്പിക്കുന്നതാണ് സംസ്ഥാന റോഡുകൾ. ഇതിൽ തന്നെ PWD ഏറ്റെടുത്ത് പണിയുന്ന റോഡുകളാണ് PWD റോഡുകൾ. നിങ്ങളുടെ വീടിന് മുന്നിൽ ഉള്ള റോഡ് ഏതാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? എങ്കിൽ കമന്റിലൂടെ അത് പങ്കുവെക്കുക. നാം ഉപയോഗിക്കുന്ന റോഡുകൾ കുഴികളില്ലാതെ സ്മൂത്ത് ആയിരുന്നാൽ നമ്മുടെ ജീവിതം തന്നെ സ്മൂത്ത് ആകും. കുട്ടികൾക്ക് സമയത്ത് സ്കൂളിൽ എത്തുവാൻ കഴിയും, വേഗത്തിൽ ജോലി സ്ഥലത്ത് എത്തുവാൻ കഴിയും. അടിയന്തര സാഹചര്യങ്ങളിൽ ആംബുലൻസിൽ, ഹോസ്പിറ്റലിലും ഫയർഫോഴ്സിന് സംഭവ സ്ഥലത്തും വേഗത്തിൽ എത്തുവാൻ കഴിയും. മാലിന്യ സംസ്കരണം ഉയർന്നു വരുന്ന മറ്റൊരു വലിയ പ്രശ്നമാണ്. വീടുകളിൽ നിന്ന് പാഴ്വസ്തുക്കൾ ശേഖരിക്കാനും ഡ്രൈ ആയിട്ടുള്ളതും വെറ്റ് ആയിട്ടുള്ളതുമായ മാലിന്യങ്ങൾ വേർതിരിക്കുവാനും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ സെപ്പറേറ്റായി ശേഖരിക്കുവാനും കമ്പോസ്റ്റ് ബിന്നുകളും പൈപ്പ് കമ്പോസ്റ്റുകളും പ്രോത്സാഹിപ്പിക്കുവാനും പൊതു ശൗചാലയങ്ങൾ വൃത്തിയായി സൂക്ഷിക്കുവാനും അവബോധ യജ്ഞങ്ങൾ നടത്തുവാനുമുള്ള ഉത്തരവാദിത്വം ഈ സ്ഥാപനത്തിനാണ്. എവിടെയും മാലിന്യങ്ങൾ ചിതറിക്കിടക്കാതെ വൃത്തിയായി ഒരു പഞ്ചായത്ത് ഉണ്ടെങ്കിലേ ഡെങ്കിപ്പനി, ടൈഫോയിഡ്, വൈറൽ പനികൾ മുതലായ രോഗങ്ങളെ അകറ്റി നിർത്തുവാൻ കഴിയുകയുള്ളൂ. ചികിത്സാപരമായ പിന്തുണകൾ നൽകാനും തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് ഉത്തരവാദിത്വമുണ്ട്. പ്രൈമറി ഹെൽത്ത് സെന്ററുകൾ, ഹെൽത്ത് സബ് സെന്ററുകൾ, വാക്സിനേഷൻ പ്രോഗ്രാമുകൾ, കുട്ടികൾക്കും ഗർഭിണികൾക്കുമുള്ള പോഷകാഹാര സഹായം, കിടപ്പ് രോഗികളുടെ സംരക്ഷണം ഉറപ്പാക്കൽ, കുടിവെള്ളം ശുദ്ധമാണോ എന്ന് പരിശോധിക്കുക, കൊതുക് നശീകരണം, രോഗവ്യാപനം തടയൽ മുതലായ ആരോഗ്യപരമായ ഉത്തരവാദിത്തങ്ങൾ പഞ്ചായത്താണ് നിറവേറ്റേണ്ടത്. സ്ഥാപനത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുന്ന സർക്കാർ സ്കൂളുകളിൽ പരിപാലനം നടത്തേണ്ടതും ക്ലാസ് റൂം വികസന പദ്ധതികൾ നൽകേണ്ടതും ദരിദ്രരായ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് ഉറപ്പാക്കേണ്ടതും ഉച്ചഭക്ഷണം നൽകാനായുള്ള ചുറ്റുപാടുകളും സൗകര്യങ്ങളും ഒരുക്കി നേതൃത്വം നൽകേണ്ടതും കുഞ്ഞുകുട്ടികൾക്കുള്ള അംഗൻവാടികൾ ഒരുക്കേണ്ടതും പഠനോപകരണങ്ങൾ ഒരുക്കേണ്ടതും ഈ സ്ഥാപനമാണ്. ക്ഷേമ പദ്ധതികൾ അർഹതപ്പെട്ടവരിലേക്ക് എത്തിക്കുവാൻ സൗകര്യം ഒരുക്കി കൊടുക്കേണ്ടതും അംഗീകാരം നൽകേണ്ടതും പഞ്ചായത്താണ്. വാർദ്ധക്യ പെൻഷൻ, ദിവ്യാംഗ പെൻഷൻ, വിധവാ പെൻഷൻ, പാർപ്പിട പദ്ധതികൾ, റേഷൻ കാർഡിന്റെ സേവനങ്ങൾ തുടങ്ങിയവയാണ് അതിൽ ഉൾപ്പെടുന്നത്. അശരണരായ ആളുകളെ കണ്ടെത്തിയും ദരിദ്ര കുടുംബങ്ങളെ കണ്ടെത്തിയും അടിയന്തര സഹായം ആവശ്യമുള്ളവരെ കണ്ടെത്തിയും വിവിധ സർക്കാരുകൾ പ്രഖ്യാപിച്ചിരിക്കുന്ന പദ്ധതികൾ അവരിലേക്ക് എത്തിക്കുവാൻ ഉള്ള ഉത്തരവാദിത്വവും പഞ്ചായത്ത് അംഗങ്ങൾക്കുണ്ട്. സ്ത്രീ സാക്ഷീകരണം പഞ്ചായത്തിന്റെ ചുമതലകളിൽ ഉൾപ്പെടുന്നതാണ്. അതിനായുള്ള കുടുംബശ്രീ വിജയകരമായി നടക്കുന്ന സംസ്ഥാനം അത് കേരളം തന്നെയാണ്. അതിനായുള്ള വനിതകൾ ഒരുമിച്ച് നടത്തുന്ന സ്വയം സഹായ സംഘങ്ങൾ, ചെറുകിട വ്യവസായ വായ്പകൾ, ഭക്ഷ്യോത്പാദന യൂണിറ്റുകൾ, തൊഴിലുറപ്പ്, നേതൃത്വ പരിശീലനം എല്ലാം ഉറപ്പാക്കേണ്ടത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനമാണ്. ഗ്രാമങ്ങളുടെ വികസനത്തിൽ പ്രധാനമായ മറ്റൊരു ഘടകമാണ് കൃഷി. അതിന് കർഷകരെ പിന്തുണയ്ക്കേണ്ടത് ഈ സ്ഥാപനങ്ങളുടെ ഉത്തരവാദിത്തമാണ്.
വിത്തുകൾ, വളങ്ങൾ, ജലവിതരണം, പണി ആയുധങ്ങൾക്കുള്ള സബ്സിഡി, കന്നുകാലികൾക്കായുള്ള ചികിത്സകൾ, ഉൽപ്പാദിപ്പിക്കുന്ന വിളകൾ വിറ്റഴിക്കാനുള്ള മാർക്കറ്റ് എന്നിവ ഒരുക്കേണ്ടതും സംഘകൃഷിക്കായി കർഷകരെ ഏകോപിപ്പിക്കേണ്ടതും ഈ സ്ഥാപനങ്ങളുടെ ഉത്തരവാദിത്തമാണ്. പഞ്ചായത്തുകളുടെ മറ്റൊരു ഉത്തരവാദിത്വം ലൈസൻസുകളും പെർമിറ്റുകളും അനുവദിക്കുന്നതും സർട്ടിഫിക്കറ്റുകൾ നൽകുന്നതും കെട്ടിട നികുതി പിരിക്കുന്നതുമാണ്. ബിൽഡിംഗ് പ്ലാനുകൾ പരിശോധിച്ച് കെട്ടിട നിർമ്മാണത്തിനുള്ള പെർമിറ്റ് നൽകുന്നതും സുരക്ഷയുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടതും ഒക്കുപ്പൻസി സർട്ടിഫിക്കറ്റ് നൽകേണ്ടതും പഞ്ചായത്താണ്. ജനനങ്ങളും മരണങ്ങളും രേഖപ്പെടുത്തുകയും അതിനുള്ള സർട്ടിഫിക്കറ്റ് നൽകേണ്ടതും ഈ സ്ഥാപനമാണ്. പഞ്ചായത്തിന്റെ മറ്റൊരു ഉത്തരവാദിത്വമാണ് ഗ്രാമസഭ. എല്ലാ വാർഡുകളിലും കൃത്യം ഇടവേളകളിൽ ഗ്രാമസഭ കൂടും. വാർഡ് മുഴുവൻ അനൗൺസ് ചെയ്തിട്ട് നടത്തുന്ന ഈ ഗ്രാമസഭയിൽ ആ വാർഡിലെ എല്ലാവർക്കും പങ്കെടുക്കാം. പൊതുജനത്തിന് ചോദ്യങ്ങൾ ഉന്നയിക്കാം. അത്യാവശ്യമായി ചെയ്യേണ്ട വികസനങ്ങളും പരിപാലനവും നിർദ്ദേശിക്കാം. സർക്കാരിന്റെ വിവിധ പദ്ധതികൾ അറിയുകയും അതിലേക്ക് അപേക്ഷ നൽകി യോഗ്യരാണെങ്കിൽ ആനുകൂല്യങ്ങൾ നേടുകയും ചെയ്യാം. അതുകൊണ്ട് വോട്ട് ചെയ്യുക മാത്രമല്ല, ഗ്രാമസഭയിൽ പങ്കെടുത്ത് സർക്കാരിന്റെ പദ്ധതികൾ അറിയുകയും നിങ്ങൾ സംസാരിക്കുകയും നേടുകയും ചെയ്യണം. നിങ്ങൾ യാത്ര ചെയ്യുന്ന ഒരു ഗ്രാമീണ റോഡ് കുണ്ടും കുഴിയുമായി കിടന്നാൽ, നിങ്ങളുടെ വീടിന് സമീപത്തുള്ള വഴിവിളക്കുകൾ കേടായാൽ, വെള്ളം ലഭിക്കാത്ത സാഹചര്യമുണ്ടെങ്കിൽ ഇവയൊക്കെ പരിഹരിക്കേണ്ടത് എങ്ങനെയെന്ന് അറിയേണ്ടത് അനിവാര്യമാണ്. മിക്ക ആളുകളും ഇതെല്ലാം സഹിച്ച് കൃത്യമായി പരാതി നൽകാതെ പോകുന്നതാണ് കാണാറുള്ളത്. 4 തരത്തിൽ പരാതി പറയുവാൻ നിങ്ങൾക്ക് കഴിയും. ഒന്നാമതായി, വാർഡ് മെമ്പറിനോട് കാര്യം പറയുക. അവിടെ നീക്കുപോക്കില്ലെങ്കിൽ ഗ്രാമസഭ കൂടുമ്പോൾ ഈ പരാതി ഉന്നയിക്കുക. അല്ലെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റിനായി പഞ്ചായത്ത് ഓഫീസിൽ പരാതി എഴുതി നൽകുക. ഈ പരാതിയിൽ കൃത്യമായ സ്ഥലം, പ്രശ്നം, നിങ്ങളുടെ കോൺടാക്ട് നമ്പർ എന്നിവ ഉൾപ്പെടുത്തുക. നിങ്ങൾ മിണ്ടാതിരുന്നാൽ അത് അവിടെ കിടക്കും. നിങ്ങൾ നീങ്ങി തുടങ്ങിയാൽ പരമാവധി വേഗം ആ പ്രശ്നം പരിഹരിക്കപ്പെടും. സമ്മതിദാന അവകാശം മാത്രമല്ല, പഞ്ചായത്തിന്റെ സേവനങ്ങൾ കൃത്യമായി ലഭിക്കാനുള്ള അവകാശവും നിങ്ങൾക്ക് ഉണ്ട്. ഇതുവരെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ 12 തരം ഉത്തരവാദിത്തങ്ങൾ പറഞ്ഞു. അതിൽ 10ാമതായി പറഞ്ഞ പെർമിറ്റും സർട്ടിഫിക്കേഷൻ, ലൈസൻസും ടാക്സ് കളക്ഷനും ഉദ്യോഗസ്ഥർ ചെയ്യേണ്ടതാണ്. എന്നാൽ ബാക്കി 11 കാര്യങ്ങളും മുൻപന്തിയിൽ നിന്ന് ചെയ്യേണ്ടത് ജനപ്രതിനിധികളാണ്. ഈ ജനപ്രതിനിധികളിലൂടെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയും നല്ല റോഡ്, കുടിവെള്ളം, സ്കൂൾ, ശുചിത്വം ഉള്ള ചുറ്റുപാട്, ആരോഗ്യ സംരക്ഷണം എന്നിവ നേടുവാൻ നമുക്ക് അവകാശമുണ്ട്. ഒപ്പം അർഹതപ്പെട്ടവർക്ക് ക്ഷേമ സഹായം, സ്ത്രീകൾക്ക് സാമ്പത്തിക തൊഴിൽ സുരക്ഷ, കർഷകർക്ക് കാർഷിക സഹായം എന്നിവയും ചോദിച്ച് ഉറപ്പാക്കാം. അടുത്ത തവണ നിങ്ങൾ ഒരു നല്ല വഴിയിലൂടെ നടക്കുമ്പോൾ, സ്ട്രീറ്റ് ലൈറ്റ് വെളിച്ചത്തിൽ നിൽക്കുമ്പോൾ, പൊതു ടാപ്പിൽ നിന്നുള്ള വെള്ളം കുടിക്കുമ്പോൾ ചിന്തിക്കുക, അതിനു പിന്നിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ പ്രവർത്തനമാണുള്ളത്. എന്നാൽ കുണ്ടും കുഴിയും നിറഞ്ഞ റോഡിലൂടെ സഞ്ചരിക്കേണ്ടി വരുമ്പോഴും, ഇരുട്ട് നിറഞ്ഞ റോഡിലൂടെ നടക്കേണ്ടി വരുമ്പോഴും, കുടിവെള്ളമില്ലാതെ ബുദ്ധിമുട്ടുമ്പോഴും ഓർക്കുക, അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ അലംഭാവമാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ ഉത്തരവാദിത്തങ്ങളും അതുവഴി നമുക്ക് നേടുവാൻ കഴിയുന്ന ആനുകൂല്യങ്ങളും എങ്ങനെ നേടാമെന്നും നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ അറിയുവാൻ കഴിഞ്ഞെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. ഗ്രാമസഭകളിൽ പങ്കെടുക്കുക. നിങ്ങളുടെ അവകാശങ്ങൾ അറിയുക. പഞ്ചായത്ത് സംവിധാനത്തിന് ഒപ്പം നിന്ന് നിങ്ങൾക്കും പ്രവർത്തിക്കാം. അടുത്ത ഇൻഫർമേഷനുമായി എത്തുമ്പോൾ കണ്ടുമുട്ടുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക.